Good morning, all. In this section, we are discussing about the topic thermodynamic process. തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു വേരിയബിളിന് മാറ്റമുണ്ടാകുന്നതിനെ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നു. അതായത് തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി എക്സെട്ര ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റമുണ്ടാകുന്നതിനെയാണ് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ് ഉണ്ട് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഐസോതെർമൽ പ്രോസസ്, സെക്കൻഡ് വൺ ഐസോബാറിക് പ്രോസസ്, തേർഡ് വൺ ഐസോകോറിക് പ്രോസസ്, ഫോർത്ത് വൺ ഐസോ എൻട്രോപ്പിക് പ്രോസസ് ഓർ അഡിയബാറ്റിക് പ്രോസസ്. ഇതാണ് തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ മെയിനായിട്ടുള്ള ടൈപ്പുകൾ. ഇതിൽ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഒന്ന് നോക്കാം. ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് എന്നത് നെയിമിലുള്ളതുപോലെ തന്നെ, നെയിം എന്ന് പറഞ്ഞാൽ ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, തെർമൽ അതായത് ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും എപ്പോഴും. ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നു. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സിലിണ്ടർ എടുക്കുന്നു. സിലിണ്ടറിലേക്ക് ഒരു പിസ്റ്റന് കണക്ട് ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന പോലെ ആ പിസ്റ്റൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള പ്രഷറിനും വോളിയത്തിനും എന്ത് സംഭവിക്കും? പിസ്റ്റൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു, വോളിയം ഡിക്രീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ മാറുമോ ഇല്ലയോ? ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാകുന്നില്ല. ദർ ഈസ് no change in temperature. Here temperature is constant, so temperature difference delta T is equal to 0. Temperature difference of system delta T is equal to 0. അതുകൊണ്ട് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിക്ക് മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ? ഇൻറ്റേർണൽ എനർജിക്ക് എന്ത് സംഭവിക്കും? ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ സ്ലോ മെൽറ്റിംഗ് ഓഫ് ഐസ്. ഒരു 0 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ഐസ് നമ്മൾ സ്ലോലി മെൽറ്റ് ചെയ്യുന്നു എങ്കിൽ ഐസ് വാട്ടർ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവുമോ ഇല്ലയോ? ടെമ്പറേച്ചറിൽ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ഐസ് വാട്ടർ ആയപ്പോൾ ടെമ്പറേച്ചറിൽ നോ ഡിഫറൻസ്, ടെമ്പറേച്ചർ 0 ആയിരിക്കും. പിന്നെ സ്ലോ വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. ഹിയർ 100 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള വാട്ടർ വേപ്പറൈസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ വേപ്പറിന് എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും? വേപ്പറിന് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ടെമ്പറേച്ചർ T ഈസ് കോൺസ്റ്റന്റ്. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പ്രഷർ കൂടുമ്പോൾ വോളിയം
ഡിക്രീസ് ചെയ്യപ്പെടുന്നു. പ്രഷർ കൂടുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യപ്പെടുന്നു. വോളിയം കൂടുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. അതായത് പ്രഷർ P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V, അതായത് വോളിയം. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. സോ V നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ PV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനീഷ്യൽ പ്രഷർ P1 ആൻഡ് ഇനീഷ്യൽ വോളിയം V1. കുറച്ച് സമയത്തിന് ശേഷം എന്ത് സംഭവിക്കും? പ്രഷറും വോളിയം ചേഞ്ച് ചെയ്യപ്പെടുന്നു. അതായത് പ്രഷർ P1 V1 become പ്രഷർ P2 V2. അതായത് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. അതായത് P1 V1 ഈസ് ഈക്വൽ ടു P2 V2. നമുക്ക് ഈ പ്രഷറും വോളിയവും വെച്ചിട്ട് ഒരു ഗ്രാഫ് വരക്കാം. ഐസോതെർമൽ പ്രോസസ്, അതായത് PV ഗ്രാഫ് എന്ന് പറയപ്പെടുന്നതിനെ. PV ഗ്രാഫ് എക്സ് ആക്സിസിൽ വോളിയം എടുക്കുന്നു, വൈ ആക്സിസിൽ പ്രഷറും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗ്രാഫ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ ഗ്രാഫ് വരക്കാം. അതായത് വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. അതാണ് ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു, വോളിയം ഡിക്രീസ് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത പ്രോസസ് നോക്കാം. അടുത്ത പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്. നെയിമിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. ബാർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ബാർ എന്നത് പ്രഷറിൻ്റെ യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. ഒരു പ്രോസസ് നടക്കുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പ്രോസസ്സിനെ ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു. ആ സിലിണ്ടറിൻ്റെ പിസ്റ്റണ് ഫ്രിക്ഷൻലെസ് പിസ്റ്റണാക്കി ആണ്. പിസ്റ്റൺ മൂവ്ഡ് ഡൗൺ ഓർ അപ്വേർഡ് വിത്ത് കോൺസ്റ്റന്റ് പ്രഷർ. ഐസോബാറിക് പ്രോസസ്സിലെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. വോളിയം V ചേഞ്ച് അക്കോർഡിംഗ് ടു ടെമ്പറേച്ചർ. ഐസോബാറിക് പ്രോസസ്സിൽ വോളിയം ചേഞ്ച് ചെയ്യും, ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? P ഈസ് എ കോൺസ്റ്റന്റ്, വോളിയം ചേഞ്ച്. സോ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അത് നമുക്ക് V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ T എന്ന് എഴുതാം. ദാറ്റ് ഈസ് V by T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനീഷ്യലി V1 and T1 ഈസ് വോളിയം ഓഫ് സിസ്റ്റം V1 and temperature of system T1. After some times, volume and temperature of the system changes. Pressure not changes. Then V2 and T2 is volume and temperature. Equation 2 and 3 become V1 by T1 is equal to V2 by T2. ഇതാണ് ഐസോബാറിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. V1 by T1 is equal to V2 by T2. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നോക്കാം. ഐസോകോറിക് പ്രോസസ്.
ഐസോക്ലോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന പ്രോസസ്സിനാണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഈ ഐസോകോറിക് പ്രോസസ്സിനെ നമുക്ക് ഐസോമെട്രിക് പ്രോസസ് എന്നും പറയാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു സിലിണ്ടറിനുള്ളിൽ ഐഡിയൽ ഗ്യാസ് എടുക്കുന്നു. സിലിണ്ടറിലെ പിസ്റ്റന് റിജിഡായിട്ടാണ് എടുക്കേണ്ടത്. നമുക്ക് അതിൽ ഉള്ള ഐഡിയൽ ഗ്യാസിലേക്ക് ഹീറ്റ് നമ്മൾ കൊടുക്കുന്നു. ഹീറ്റ് എന്താക്കി മാറ്റും? കൊടുക്കുന്ന ഹീറ്റ് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ ടെമ്പറേച്ചറിന് എന്ത് മാറ്റം സംഭവിക്കും? ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് വിൽ ഇൻക്രീസസ്. ഗ്യാസിൻ്റെ വോളിയം മാറാത്തത് കൊണ്ട് എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്തായിരിക്കും? ഗ്യാസിൻ്റെ വോളിയം മാറാത്തത് കൊണ്ട് എക്സ്റ്റേണൽ വർക്ക് 0 ആയിരിക്കും. ഗ്യാസ് ചെയ്യുന്ന എക്സ്റ്റേണൽ വർക്ക് 0 ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. അറ്റ് കോൺസ്റ്റന്റ് വോളിയം പ്രഷർ P directly proportional to absolute temperature T. That is, P is directly proportional to T. ഇതിൽ T നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. P/T is equal to a constant. Initially, pressure P1 and temperature T1. After some times, it will become pressure P2 and temperature T2. അതായത് പ്രഷറും ടെമ്പറേച്ചറും ഇവിടെ ചേഞ്ച് ചെയ്യപ്പെടുന്നു. നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. അതായത് P1/T1 is equal to P2/T2. ഇതാണ് ഐസോകോറിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം.